നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഒരു മാസം മുന്നിലുള്ളപ്പോഴാണ് സംസ്ഥാന സർക്കാർ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിച്ചത്. ആകെ 2.4 ലക്ഷം കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ 55,000 കോടിയിലധികം രൂപയുടെ ധനക്കമ്മിയാണ് ഉള്ളത്. വരുമാനം കണ്ടെത്തുന്നതിന് നികുതി പിരിവല്ലാതെ മറ്റ് മാർഗങ്ങൾ ബജറ്റിൽ പരാമർശിക്കുന്നില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് ബജറ്റ് പാസാക്കണമെന്ന വെല്ലുവിളിയും സർക്കാരിന് മുന്നിലുണ്ട്. ബജറ്റ് പ്രകാരം സംസ്ഥാനത്ത് അടുത്ത സാമ്പത്തിക വർഷത്തിൽ പ്രതീക്ഷിക്കുന്ന റവന്യൂ വരവ് 1.82 ലക്ഷം കോടി രൂപയാണ്. പ്രതീക്ഷിക്കുന്ന ചെലവാകട്ടെ ആകെ 2.4 ലക്ഷം കോടി രൂപയും. 55,420 കോടി രൂപയാണ് ധനക്കമ്മി. ഇതെങ്ങനെ കണ്ടെത്തുമെന്ന ചോദ്യത്തിന് നികുതി വരുമാനം തന്നെയാണ് ഉത്തരം. ഒപ്പം കുടിശ്ശിക പിരിച്ചെടുക്കുമെന്നും ധനമന്ത്രി. ഫിനാൻസ് കമ്മീഷന്റെ അവാർഡ് 16th ഫിനാൻസ് കമ്മീഷൻ അവാർഡ് ഇപ്പോൾ വരും. ഓൾറെഡി അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ട്. അവർ പ്ലേസ് ചെയ്തില്ല, ഇതൊരു ടേബിൾ വെച്ചില്ല പാർലമെൻറ്റിൻ്റെ. ഇപ്പോൾ വെക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ ഫിനാൻസ് കമ്മീഷൻ വരുമ്പോൾ എല്ലാ ഫിനാൻസ് കമ്മീഷൻ്റെ സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു ഇമ്പ്രൂവ്മെൻറ്റും ബെനിഫിറ്റും വരും. അപ്പോൾ ആ ഫിനാൻസ് കമ്മീഷൻ്റെയും കൂടി വരുമ്പോൾ നമുക്ക് കേരളത്തിൽ ഒന്നുകൂടെ മെച്ചപ്പെട്ട സ്ഥിതി വരും. അപ്പോൾ ഇതും എല്ലാ കാൽക്കുലേഷൻ വെച്ചിട്ടാണ് നമ്മളിത് പറഞ്ഞേക്കുന്നത്. ശമ്പള പരിഷ്കരണത്തിന് കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ട്. പക്ഷേ പരിഷ്കരണം നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ബാധ്യത ഇപ്പോൾ ബജറ്റിൽ കണക്കാക്കുന്നില്ല. അതായത് ബജറ്റിന് പുറത്ത് ബാധ്യത ഇനിയും ഉയരും. അടുത്ത ഗവൺമെന്റിന്റെ തലയിലാണ് പേ കമ്മീഷൻ നടപ്പാക്കേണ്ട പൂർണ്ണമായ ഉത്തരവാദിത്വം. അപ്പോൾ 1 രൂപ അതിൽ ചെലവാക്കിയിട്ടില്ല. 1 രൂപ പേ കമ്മീഷൻ റിവിഷൻ വരുമ്പോൾ 5 കൊല്ലത്തെ വ്യത്യാസം വരുമ്പോൾ അതിൻ്റെ ബാധ്യത ഒന്നും സർക്കാർ ഏറ്റെടുത്തിട്ടില്ല. അത് അടുത്ത സർക്കാരിൻ്റെ തലയിലേക്ക് വളരെ ബുദ്ധിപൂർവ്വം കെട്ടിവെച്ചിരിക്കുകയാണ്. മാർച്ച് 26 വരെയാണ് നിയമസഭ ബജറ്റ് സെഷൻ. എന്നാൽ ഫെബ്രുവരി അവസാനത്തോടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കരുതുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് പാസാക്കിയില്ലെങ്കിൽ ബജറ്റ് തന്നെ അപ്രസക്തമാകാനാണ് സാധ്യത. രണ്ടാം LDF സർക്കാർ ചുമതല ഏറ്റെടുത്തപ്പോൾ തോമസ് ഐസക് അവതരിപ്പിച്ച അവസാനത്തെ ബജറ്റ് പരിഷ്കരിച്ച് KN ബാലഗോപാൽ വീണ്ടും ബജറ്റ് അവതരിപ്പിച്ചിരുന്നു. അതിനാൽ ബജറ്റ് പാസ്സായതിനു ശേഷം വീണ്ടും LDF സർക്കാർ വന്നാലും ഇപ്പോഴത്തെ ബജറ്റ് പുതുക്കി അവതരിപ്പിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള വമ്പൻ പ്രഖ്യാപനങ്ങളോ അകമഴിഞ്ഞ സഹായങ്ങളോ ഈ ബജറ്റിലില്ല. യാഥാർത്ഥ്യബോധം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ബജറ്റാണ് KN ബാലഗോപാൽ അവതരിപ്പിച്ചത്. പക്ഷേ ശമ്പള പരിഷ്കരണം അടക്കം നടപ്പാക്കി വരുമ്പോൾ അതിന്റെ ബാധ്യത ഇതിലും വലുതാകും. അതുതന്നെയാണ് പ്രതിപക്ഷമടക്കം വിമർശനമായി ഉന്നയിക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.